അപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു പോലീസ് സ്റ്റേഷനൊരു സംഭവം കണ്ടു, അത് ഭയങ്കര വൈറലായിരുന്നു. എന്താണ് ആ സംഭവം? നിങ്ങൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ CA ഗബ്രിയൽ എന്ന വർക്കിന്റെ പേര്. അതിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത് ബ്രൈറ്റ് ആണ്, നമ്മുടെ അരിയേട്ടൻ പെണ്ണാൻസിയുടെ ഡയറക്ടർ കം വില്ലൻ. അപ്പോൾ വില്ലനിൽ നിന്ന് ഒരു ചെറിയൊരു നായക വേഷത്തിലേക്ക് എത്തുകയാണ്. ചെറിയ വർക്കായതുകൊണ്ട് വലിയ സിനിമയാകുമ്പോഴാണ് വലിയ ഹീറോയിസ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു വലിയൊരു വെബ് സീരീസാണ്. അതിനെപ്പറ്റി ബ്രൈറ്റ് കുറച്ചധികം പറയും. മീശക്കാരനാണ്, ഇപ്പോൾ താടിയൊക്കെ ഓടിച്ച് ചേട്ടൻ താടിയുള്ള കാര്യം ചോദിച്ചോട്ടെ, ഈ വൈറലായത് വയറ് വെച്ചുകൊണ്ടാണോ? വയറുള്ള പോലീസുകാരായിട്ടുണ്ടാണ് വൈറലായത്. കാരണം കേരളത്തിലുള്ള പോലീസുകാരനെ കേരളത്തില് ജയറാമേട്ടനും വയറുണ്ട്, സുരേഷ് ചേട്ടനും വയറുണ്ട്, ബാക്കിയുള്ള സുരേഷ് ഗോപിക്ക് സാറിനൊക്കെ അത്യാവശ്യം വയറൊക്കെ ഉണ്ട്. അത് നമ്മുടെ കേരള പോലീസിനെ കാണിക്കൊണ്ടാണ്. പക്ഷെ എല്ലാരും അദ്ദേഹത്തിന് പോലത്തെ ആൾക്കാർ വലിയ വലിയ റോൾ ചെയ്ത് ഫേമസ് ആയതുകൊണ്ട് വലിയ പറയണില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പൊക്കമില്ല. അജോറീസ് എത്ര പൊക്കമുള്ളൂ ആൾക്കാർ പറയുന്നുണ്ട്. അജോറീസ് സിനിമ ചെയ്യണ്ടല്ലോ, ട്രയൽ വന്നപ്പോ തന്നെ ആൾക്കാർ ഇത്രയും വന്നപ്പോ ഇനിയിപ്പോ ഷൂട്ട് ചെയ്ത് സാധനം ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ഇതിൽ കൂടുതൽ പറയുമല്ലോ. അതെ, പലരെ സംശയമായിരുന്നു ഇത് ഷൂട്ട് തുടങ്ങിയോ എന്നൊക്കെ പലരും ചോദിച്ചു. സത്യത്തിൽ ഞാനും പേരെ വിനീതേട്ടൻ വിളിച്ചിട്ട് കോസ്റ്റ്യൂം ഇടാനായിട്ട് പോയി. അവിടെ തമ്മനത്തുള്ള ഒരു ശിവചേട്ടനടുത്ത സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യുന്ന ചേട്ടൻ അവിടെ ചെന്ന് ഇട്ട് നോക്കിയപ്പം വിനീതേട്ടന് പ്ലാൻ ഉണ്ടായിരുന്നു. വിനീതേട്ടൻ പറഞ്ഞു വീഡിയോ ചെയ്യാൻ. പുള്ളി അപ്പോഴേ പറഞ്ഞായിരുന്നു ഇത് ഇടുമ്പോഴത്തേക്കിനും അത്യാവശ്യം വൈറലാവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളപ്പോഴത്തേക്കും വൈറലാവൂല, ഒരു വീഡിയോ എടുത്തിട്ടോണ്ട് കാരണം അത് തന്നെയാ പറഞ്ഞത്. വീഡിയോ മാത്രമല്ല, പോസ്റ്റ് ഇട്ടപ്പോ തന്നെ വൈറലായ കാരണം നമ്മുടെ ബിബിൻ ജോർജ് ചേട്ടൻ അറിയാലോ, ആക്ടർ കം ഡയറക്ടർ കം പ്രൊഡ്യൂസർ ബിബിൻ ജോർജ്. ബിബിൻ ജോർജ് നമ്മുടെ കൂട്ടുകാരൻ. അവ എല്ലാ മേഖലയിലും നിൽക്കുന്ന ഒരു ആക്ടറാണ്, സിംഗറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാമാണ് ബിബിൻ ജോർജ് ചേട്ടൻ. അപ്പൊ അദ്ദേഹം ഒരു കമന്റ് ഇട്ടു, ഓൾ ദി ബെസ്റ്റ്. എന്തുവാ കാരണം എനിക്ക് ആ കമന്റ് കണ്ടപ്പോ തോന്നിയത് കേരളത്തിലെ മമ്മൂട്ടി കമന്റ് ഇട്ടത് തുല്യമാണ്. മലയാള സിനിമയിൽ ഒരു വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ഞങ്ങൾ യൂണിഫോം ഇട്ടിട്ടപ്പം വീഡിയോ എടുത്തു. ഞാൻ ഈ ഷൂ ഒക്കെ വന്നിട്ട് അപ്പം അത് ഭയങ്കര വൈറലായി. അപ്പം ചിലർ പറഞ്ഞ് പെരേരോട് പറഞ്ഞ് പന്നി ഉടുപ്പിട്ടുണ്ട് വന്ന പോലെ ഉണ്ട്. വേറെ ആൾ കമന്റ് ഇട്ട്, ഞാൻ പറഞ്ഞോട്ടെ, വേറെ ആൾ കമന്റ് ഇട്ടില്ല വയറ് ഞാൻ ആദ്യം പോവാം പിന്നെ പെരേര വരട്ടെ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇട്ട്. മോശമായ കമന്റ് ഇട്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ പറയട്ടെ ആളിയാ, നീ ഒന്ന് മിണ്ടായിരിക്കാവോന്ന് വല്ല പഴം വല്ല മേടിച്ചു പറഞ്ഞോ. സംഭവം എന്താ വെച്ച് സംഭവം എന്താണെന്നറിയോ, ഇവൻ നന്നായിട്ട് ചെയ്ത ആൾക്കാർ നല്ലത് പറയും. അലിയേട്ടനിലൊന്നും അധികം ആൾക്കാർ തരുമെന്നും പറഞ്ഞില്ല, ബ്ലഡി നൈറ്റിലും പറഞ്ഞില്ല. അപ്പം ആൾക്കാർ ഇവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും കോമാളിയായിരിക്കും, കാര്യമായിരിക്കും. വിനീത് VS ആണ് ഡയറക്ടർ. ബ്ലഡി നൈറ്റും സിൽക്ക് റോഡും ഒക്കെ ചെയ്ത ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പം ബൈബിളിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് വരുന്നൊരു കഥയാണ്. ഒരു എന്താ പറയുക, സാത്താനിസ്റ്റിക് ആ ഒരു മോഡലാണ്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പോലൊരു മോഡലാണ്. അതായത് ഒന്ന് പറയട്ടെ വരെ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി ദൈവവിശ്വാസി അല്ല. അതായത് ഡയറക്ടറിന് ദൈവത്തെ പുള്ളി ഇതാ ഇലുമിനാറ്റി സെറ്റപ്പ്, അതിൻ്റെ അകത്ത് അംഗമൊക്കെയാണ് പുള്ളി. അപ്പം പുള്ളി ചെയ്യുന്ന പഴയ നിയമത്തിൽ നിന്ന് കഥ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത, അതായത് ദൈവങ്ങളിലൊന്നും വിശ്വസിക്കാത്ത, ചെകുത്താനിൽ വിശ്വസിക്കുന്ന ചെകുത്താനിൽ വിശ്വസിക്കുന്ന ഒരു നന്മയുള്ള ആള്. അതാണ് ഇതിൻ്റെ അകത്ത് സംഭവം. ഒരു സാരാംശം പറഞ്ഞാൽ ഗബ്രിയൽ, CA ഗബ്രിയലാണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ ചെയ്യുന്നത് പലരും പറഞ്ഞ കുട്ടമ്പിള്ളയാണ്. കുട്ടമ്പിള്ളയല്ല, SI ശങ്കർദാസ് ആണ് പെരേര ചെയ്യുന്നത്. നല്ല റീസെന്റ് ഇറങ്ങിയ ശ്രീബാല സിനിമയില്, മറ്റേ നമ്മുടെ ആനന്ദ് ശ്രീബാലയില് നമ്മുടെ ക്യാരക്ടറും SI ശങ്കർദാസ്, അത് DYSP ശങ്കർദാസ്. പക്ഷേ ഇലുമിനാറ്റി ആണല്ലോ ഞങ്ങളല്ല, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സാരം എന്തായാലും മറ്റേ നമ്മൾ പറയുന്നത് PSC എന്തായാലും എനിക്കൊരു പോലീസ് ടെസ്റ്റ് കിട്ടാൻ പോണില്ല. അപ്പൊ നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യുന്നത് ഒരു വർക്കാണ്. ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഒരു വെബ് സീരീസ് ഇറക്കുന്ന, അതൊരു ആൾക്കാർ കമന്റ് ബോക്സിൽ കുറേ പേര് ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഇത് ഫാൻസി ഡ്രസ്സാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നവരോട് പറയാനുള്ളത്, ഇവരൊരു പോലീസ് കോസ്റ്റ്യൂം ഇട്ടൊരു ഫോട്ടോ ഇടാൻ പറ്റും, മനസ്സിലായോ? ഇപ്പോൾ 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പോലീസ് ഡ്രസ് കിട്ടും. വാടകയ്ക്ക് 100 രൂപയ്ക്ക് എവിടെ കിട്ടും? 100 രൂപയ്ക്കൊന്നും കിട്ടൂല. 500 700 രൂപ അത്രയൊക്കെ വരും. അപ്പോൾ ഒരു പൈസ മുടക്കി ഒരു ഡ്രസ്സ് മേടിച്ച് വാടക മേടിച്ച് ഇടാൻ താല്പര്യമുള്ളവർക്ക് അത് ഒരു പാഷനുണ്ട്. ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോഴല്ലാതെ ചെയ്യുള്ളൂ, വെറുതെ ഒരു നമ്മൾ ഫാൻസി ഡ്രസ്സൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ചെയ്യുന്നൊരാളാണ് പണ്ട്. കാരണം ഞാൻ LKG ഇവിടെ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി പറഞ്ഞു, ഇന്ന് എക്സ്ക്ലൂസീവായി ഇപ്പോൾ തന്നെ. വേറെ LKGയിൽ ഫസ്റ്റ് ഒരു പെൺകുട്ടിയോടൊപ്പം ഞാൻ ഡാൻസ് കളിച്ചത് LKGയിലാണ് പണ്ട്, മനസ്സിലായി, LKGയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജിൽ കയറി ഓരോ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റേജിൽ കയറിയിട്ട് LKG തുടങ്ങിയിട്ട് ഓരോ പ്രസന്റേഷൻ കിട്ടുമായിരുന്നു. കാരണം വട്ടത്രയിലെ വല്യമ്മ, പിന്നെ മോഹിനി എന്നൊക്കെ പറഞ്ഞൊരു രൂപമൊക്കെ ഉണ്ടല്ലോ,
ഡ്രസ്സൊക്കെ ചെയ്ത് പെൺവേഷങ്ങളാണ് കൂടുതലും ഞാൻ പെൺവേഷം കിട്ടും. കാരണം എനിക്കിപ്പോ മീശയൊക്കെ വന്നുകൊണ്ട് ഇപ്പൊ അടിച്ചു ചെയ്യാൻ താല്പര്യം. മായാമോഹിനെ ആക്കാൻ പറ്റുമോ? ഒരു മായാമോഹിന്റെ റോള് അത് ഞാൻ ആലോചനയിലുണ്ട്. കാരണം നമ്മൾ വൈകിയോടൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ അത് പ്ലാൻ ചെയ്യുമായിരിക്കും. കാരണം അത് ഒരു നല്ലൊരു ഗെറ്റപ്പാണ്. കാരണം മായാമോഹിനിയുടെ സിനിമ ദിലീപേട്ടൻ ചെയ്തപ്പോൾ കുറേ പേര് അത് അനുകരണം ചെയ്ത് വന്നു. പക്ഷേ അത് ഇപ്പോൾ വൈറലായിട്ട് ആരും വന്നിട്ടില്ല. അതൊരു സാധനം ചെയ്തത് അതൊരു മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ബ്രൈറ്റിന്റെ ഒരു അഭിനന്ദനം. കാരണം ബ്രൈറ്റിന്റെ വേഷം, ആ കോസ്റ്റ്യൂം കറക്റ്റ്. ബ്രൈറ്റിന്റെ കോസ്റ്റ്യൂം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പോയിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തര് മറ്റേ ഇതുണ്ടല്ലോ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയെന്ന് ഞാനൊന്ന് പറയട്ടെ സഹോദരൻ പറയട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ശരിക്കും കൊച്ചിയിലെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നീ പോലീസുകാരനാകണം, എഞ്ചിനീയർ ആകണം. എനിക്ക് പിന്നെ ഞാൻ അലമ്പി പഠിച്ചൊന്നുകൊണ്ടൊന്നും എനിക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. അപ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഓർത്ത് സൈസ് ഇല്ല, അതുകൊണ്ട് ചിന്തിക്കേണ്ട. പോലീസ് വേഷം ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. പോലീസ് വക്കീൽ വേഷം ഒന്നും സിനിമയിൽ ഞാൻ ചിന്തിക്കുന്നില്ല. വിനീതേട്ടൻ വിനീതേട്ടൻ പറഞ്ഞു, നീ സൈസ് ഒന്നും നോക്കണ്ട, നീ അഭിനയിച്ചാൽ മതി. നിന്റെ അഭിനയമാണ് എനിക്ക് വേണ്ട, ആരോഗ്യമൊന്നും വേണ്ട. എന്നിട്ട് 2-3 ഇത് പറഞ്ഞു തന്നു, സിനിമകൾ പറഞ്ഞു തന്നു. ഇത് നോക്ക്, നീ ലോജിക്കലി നോക്കുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാ പോലീസ് ആകാൻ പറ്റുന്നത്, അത് നീ ചിന്തിച്ചാൽ നീ പെർഫോം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യൂണിഫോം ഇട്ടപ്പോഴത്തേക്കിനും ആട്ടയം വിളിച്ചു പറഞ്ഞു മനോജേട്ടൻ കൊച്ചി. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞു ബ്രൈറ്റ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഷെയ്ക്കാൻ്റെ ആണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ കഷ്ടപ്പാടും വേദന അറിയാം. പെരേര ഒരു കാര്യം പെരേര പറഞ്ഞു, ആൾക്കാർ കളിയാക്കുന്നു, ചീത്ത വിളിക്കുന്നു. നമ്മളൊരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ കളിയാക്കും. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, ആൾക്കാർ കളിയാക്കും, അത് അവർ തെറി പറയും. ഈ മേഖല നിൽക്കുമ്പോൾ ആർക്കാണെങ്കിലും തെറി കേൾക്കും, എനിക്കാണെങ്കിലും തെറി കേൾക്കും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കാണിക്കാം. പ്രേക്ഷകരില്ലെങ്കിൽ നമ്മൾ ആരുമില്ല. ശരിയല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ മറ്റേ നമ്മൾ പറഞ്ഞല്ലോ ഈ പല ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പോയിട്ട് മറ്റേ വേഷം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പോലീസ് ഈ സൈസും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആവശ്യത്തെ പറ്റി ഒരു വാക്ക് പറയാം. കാരണം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറെ പേര് പോലീസ് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഡയലോഗ് കിട്ടാത്തതുകൊണ്ട് പല രീതിയിലും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്നോട് ഒരു ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എല്ലാ ഇൻ്റർവ്യൂ കാണാറില്ല, പക്ഷേ സജിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. സജിനില്ലേ, നമ്മുടെ വെറൈറ്റി മീഡിയയില്, അവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എനിക്ക് എൻ്റെ നാട്ടുകാരനാണ്. അപ്പം അജിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ഒമർ സാറുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഒമർ സാറിനോട് ഇൻ്റർവ്യൂവിൽ ഒമർ സാറോട് ചോദിച്ചു, ഒമർക്ക ഈ കൊച്ചിയിൽ കുറേ പേര് വീടൊക്കെ എടുത്ത് റൂമൊക്കെ എടുത്ത് സിനിമയ്ക്ക് വേണ്ടി എന്തോ ഭയങ്കര അത് കഠിനാധ്വാനം ചെയ്യേണ്ടെന്ന് പറയണ്ടെന്ന് പറഞ്ഞു, ജൂനിയർ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവരെന്താണ് എത്താത്തതെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം മലയാള സിനിമയിലേക്ക് എണ്ണം പറഞ്ഞ ആൾക്കാർ മാത്രമേ സിനിമയിലേക്ക് നായകനായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡയലോഗ്സ് റോൾ കിട്ടി വരുന്നുള്ളൂ, ആൾക്കാരെ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ അവരോട് ഒരു ഡയലോഗുണ്ട്, അതെനിക്ക് മനസ്സിൽ കൊണ്ടു. കാരണം ഞാനും പുള്ളിയുടെ പടത്തിൽ വന്നു, പക്ഷേ എങ്കിലും അതുകൊണ്ട് പറയണതല്ല, സപ്പോർട്ട് ചെയ്യണതല്ല, എനിക്ക് ആ ഒരു ടച്ച് ചെയ്തു. കാരണം എല്ലാവർക്കും മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കല്ലേ ഫോണാണ് കയ്യിലുള്ളത്. ഇപ്പോൾ ഫോൺ കയ്യിലുള്ള ഒരു വ്യക്തികൾക്ക് ഇപ്പോൾ യൂട്യൂബ് ആകാം, ഇൻസ്റ്റാഗ്രാം ആകാം, ഫേസ്ബുക്ക് ആകാം. അപ്പോൾ അതിൽ ഓരോ കണ്ടന്റുകൾ ചെയ്യും. അപ്പോൾ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ കോമാളിത്തരം ചെയ്യാണ്ട് അത്യാവശ്യം ഇപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട അഭിനയത്തിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ പോലീസ് വേഷങ്ങളായിക്കോട്ടെ, പോലീസ് വേഷം ആയിക്കോട്ടെ, ഡോക്ടർ വേഷം ആയിക്കോട്ടെ, വക്കീൽ വേഷം ആയിക്കോട്ടെ, അങ്ങനെ ഒരു കണ്ടന്റുകൾ ചെയ്യാമല്ലോ. കണ്ടന്റുകൾ ഷോർട്ട് ഫിലിമിങ് ചെയ്ത് അവർ കഥാപാത്രം ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിയിട്ട് സിനിമയിലേക്ക് പ്രവേശനം കിട്ടുമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അതിനോട് ഞാൻ പറയട്ടെ ഇപ്പോ നമ്മുടെ വെട്ടിയാറുണ്ടല്ലോ, ശ്രീകാന്ത് വെട്ടിയാർ, പുള്ളി ശ്രീകാന്ത് വെട്ടിയാരെ പറ്റി നല്ല പറയാം, മോശമായിട്ടല്ല, നല്ല ശ്രീകാന്ത് വെട്ടിയാർ അത്യാവശ്യം കണ്ടന്റ് ചെയ്യുന്ന ഒരു ബ്ലോഗറാണ്. വെറൈറ്റി ആയിട്ടുള്ള കോമഡി, ആർക്കും പുള്ളിയുടെ കുറ്റം പറയാനൊന്നുമില്ല. കമന്റ്സിലും നീറ്റാണ്, എന്നേലും നീറ്റാ പുള്ളി കമന്റ്സിൽ. പക്ഷെ നമുക്ക് അറിയാം, നമുക്ക് കുറെ വ്യക്തികളോട് പലർക്കും വൈരാഗ്യമുണ്ട്. അതല്ല, നമ്മൾ ശ്രീകാന്ത് വെട്ടിയാർ കണ്ടന്റ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്, മനസ്സിലായോ? അല്ലാണ്ട് ഇപ്പോ പുള്ളിനെ ഓഡിഷൻ ചെയ്ത് വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായോ? ഒരുപാട് സിനിമകളിൽ ഇപ്പൊ പുതിയൊരു സിനിമയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, മേരാ പ്യാരാ ദേശവാസി ഒന്നും.
അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ എത്തുന്നു ഓരോ ആൾക്കാർ എത്തുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിന് മറുപടി ഇപ്പൊ ബ്രൈറ്റ് ആണെങ്കിൽ ഇപ്പോ ഒരു സിനിമ ചെയ്തു, ഏതാണ് നമ്മുടെ അതല്ല സിനിമ ചെയ്ത് കഴിഞ്ഞല്ല, മറ്റേ ഡിസ്മിസ് ഫ്രം ലൈഫ്. അപ്പൊ അതെടുത്തപ്പോ അദ്ദേഹം ഓർത്ത് ഇതാവുക ക്ലിക്കാവും, നാളെ സിനിമ ചെയ്യാൻ പറ്റും, ഡേറ്റ് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആൾക്കാർ വലിയൊരു മൈൻഡില്ല. മൈൻഡിലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു ഡയറക്ടർ ആക്കുന്നില്ല പലരും. ഒരു സിനിമ അപ്പം നീ പറഞ്ഞതിന് എന്ത് ലോജിക്കാ ഉള്ളത്? നീ പറഞ്ഞു ആ ഷോർട്ട് ഫിലിം അഭിനയിച്ചാലും ഞാൻ 2020 ഞാൻ പറഞ്ഞു പറയില്ല, ഇടയ്ക്ക് പറയുന്നു, പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല രീതി വൈറലാവണം, മനസ്സിലായോ? ഈ ഞാൻ 5 വർക്ക് താങ്കളൊന്നും മിണ്ടായിരുന്നു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ കേട്ടല്ലോ, ഇനി താങ്കൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ്.